Welcome to my classroom, Design of Hydraulic Structures. Hi, I am Lakshmi, Assistant Professor, SNIT, Adur. Today we discuss about the topic earth dams. It includes earth dam, types of earth dam, causes of failure of earth dam, and design criteria for earth dam. Earth dams. What is an earth dam? An earth dam is made of soil or earth. സോയിൽ വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഒരു ഡാമാണ് എർത്ത് ഡാം എന്ന് പറയുന്നത്. ഇതാണ് ഒരു എർത്ത് ഡാം. ഇതാണ് ഇതിൻ്റെ അപ്സ്ട്രീം സൈഡ് ആൻഡ് ദിസ് ഇസ് ദ ഡൗൺ സ്ട്രീം സൈഡ്. ഈ പോർഷനാണ്, ദിസ് പോർഷൻ ഈസ് ക്രസ്റ്റ്. ഓക്കെ, ഒരു എർത്ത് ഡാമാണിത്. എർത്ത് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് മെയ്ഡ് ഓഫ് സോയിലാണ്. ഇറ്റ് റെസിസ്റ്റ് ദ ഫോഴ്സ് എക്സേർട്ടഡ് അപ്പോൺ ഇറ്റ് മെയിൻലി ഡ്യൂ ടു ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ. ശരിക്കും ഇത് റെസിസ്റ്റ് ചെയ്യുന്നത് ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ വെച്ചിട്ടാണ് ഇത് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതെല്ലാം റെസിസ്റ്റ് ചെയ്യുന്നത്. ഇനി അപ്സ്ട്രീം സൈഡ്, ഡൗൺ സ്ട്രീം സൈഡ്, ഇവിടെ നമ്മൾ ഇവിടെ വാട്ടർ ഉണ്ട്, ഇത് ക്രസ്റ്റ്, ഇവിടെ ഓവർഫ്ലോ വരുമ്പോൾ ഇപ്പുറത്തേക്കാണ്, ഡൗൺ സ്ട്രീമിലേക്കാണ് വരുന്നത്. നാച്ചുറൽ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ എർത്ത് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഗ്രാവിറ്റി ഡാം അല്ലെ ആർച്ച് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് റോക്ക് ഫൗണ്ടേഷൻ ഉള്ളിടത്താണ് നമ്മൾ കൊടുക്കുന്നത്. നേരെ മറിച്ച് എർത്ത് ഡാം എന്ന് പറയുമ്പം മെറ്റീരിയൽസ്, അതായത് അണ്ടർലൈങ് മെറ്റീരിയലിലെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വീക്ക് ടു സപ്പോർട്ട് ദ മെർസണറി ഡാം വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ ആ എർത്ത് ഡാമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എർത്ത് ഫൗണ്ടേഷൻ ആണെങ്കിലും, ഫൗണ്ടേഷൻ എർത്ത് ടൈപ്പ് ആണെങ്കിലും നമ്മൾ എർത്ത് ഡാം പ്രിഫർ ചെയ്യാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ സ്മോളർ ഹൈറ്റ് ആണ് എർത്ത് ഡാമിന് വരുന്നത്. സ്മോളർ ഹൈറ്റും സ്മോളർ ഹൈറ്റ് ആണ്, ബ്രോഡ് ബേസ് ആണ് ഇതിന്. ഓക്കെ, ബേസ് ബ്രോഡ് ആയിരിക്കും, ബ്രോഡ് അറ്റ് ദ ബേസ്. ഇതാണ് ഒരു ക്രോസ് സെക്ഷനാ, എർത്ത് ഡാമിന്റെ ക്രോസ് സെക്ഷൻ ഇതാണ്. ദിസ് ഈസ് അപ്സ്ട്രീം സൈഡ് ആൻഡ് ദിസ് ഈസ് ഡൗൺ സ്ട്രീം സൈഡ്. നമ്മളിത് എർത്ത് മെറ്റീരിയൽസ് ആയതുകൊണ്ട്, നാച്ചുറൽ മെറ്റീരിയൽസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ ഇതിന്റെ സ്ലോപ്പിലെല്ലാം പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി ഹൈറ്റ് എന്ന് പറയുമ്പം സ്മോളർ ഹൈറ്റ് ആയിരിക്കും. എർത്ത് ഫൗണ്ടേഷൻ വന്നാലും നമ്മൾ എർത്ത് ഡാംസ് ചൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ബേസ് ബ്രോഡാണ്. അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുമ്പം ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ക്ലേ പറ്റും, സാൻഡ് ആൻഡ് ഗ്രാവൽ യൂസ് ചെയ്തിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. എല്ലാ ടൈപ്പ് ഫൗണ്ടേഷനും എർത്ത് ഡാം നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിലും എല്ലാ ടൈപ്പ് ഫൗണ്ടേഷനിലും എർത്ത് ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും സീപ്പേജ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം തന്നെയാണ്. സോ ഫൗണ്ടേഷൻ നമ്മൾ മെഷേഴ്സ് എല്ലാം, അതായത് ഫൗണ്ടേഷൻ ട്രീറ്റ്മെന്റ് മെഷേഴ്സും അതുപോലെ തന്നെ സീപ്പേജ് കൺട്രോളും ചെയ്തതിന് ശേഷമാണ് ഏത് ടൈപ്പ് ഫൗണ്ടേഷനിലാണെങ്കിലും എർത്ത് ഡാംസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ ഓഫ് എർത്ത് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കോസ്റ്റ് ആയിരിക്കും, മെയിൻ്റനൻസ് കോസ്റ്റ് ഹൈ ആണ്. സോ കോസ്റ്റ് ബേസിൽ നോക്കുമ്പം ഹൈ ആയിട്ട് പോകും. അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് സൂപ്പർവിഷൻ ആവശ്യമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ടൈപ്പാണ് എർത്ത് ഡാം എന്ന് പറഞ്ഞാൽ. കോൺസ്റ്റന്റ് സൂപ്പർവിഷൻ ആവശ്യമാണ്. പിന്നെ ഒരു കോൺസ്റ്റന്റ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഡ്രോബാക്ക്. ഹൈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുന്നതുകൊണ്ട് ഹൈ കോസ്റ്റിലേക്ക് വരും. പക്ഷെ മെയിൻ ആയിട്ടൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സിൽറ്റ് റിമൂവലിന് നമുക്ക് സ്ലൂവീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാനായിട്ട് എർത്ത് ഡാമിൽ പറ്റില്ല. ഇതാണ് ഒരു ഡ്രോബാക്ക് ഓഫ് എർത്ത് ഡാം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് എർത്ത് ഡാം. മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ്റെ ബേസിൽ നമ്മൾ എർത്ത് ഡാമിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 3 ആയിട്ട്. ഫസ്റ്റ് വൺ ഈസ് ഹോമോജീനിയസ് എംപാക്ട്മെന്റ് ടൈപ്പ്, സെക്കൻഡ് സോണ്ട് എംപാക്ട്മെന്റ് ടൈപ്പ്, ആൻഡ് തേർഡ് ഈസ് ഡയഫ്രം എംപാക്ട്മെന്റ് ടൈപ്പ്. First one is homogeneous embankment type. Okay, homogeneous means single. Okay, in this type of embankment earthen dam നമ്മൾ സിംഗിൾ മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ മെറ്റീരിയൽ ആൻഡ് is homogeneous ത്രൂഔട്ട് ഹോമോജീനിയസ് ആയിരിക്കും. അതുപോലെ തന്നെ സിംഗിൾ മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു എർത്ത് ഡാം ആണ്.
അപ്സ്ട്രീം സൈഡിൽ നമ്മൾ ദിസ് ഈസ് അപ്സ്ട്രീം സൈഡ് ആൻഡ് ദിസ് ഈസ് ഡൗൺ സ്ട്രീം സൈഡ്. ഇതാണ് അതിൻ്റെ ക്രസ്റ്റ്. നമ്മൾ അപ്സ്ട്രീം സൈഡിൽ നമ്മൾ സ്ലോപ്പ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇംപേർവിയസ് ഫ്ലോർ ആണ്. ഇതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴും ഇംപേർവിയസ് ഫൗണ്ടേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെയാണ് അപ്സ്ട്രീമിൽ റിസർവോയർ സൈഡ് ഇതാണ്. സോ ദ മാക്സിമം വാട്ടർ ലെവൽ. സോ നമുക്ക് ഇതിലേക്കൂടെ വാട്ടർ സീപ്പ് ചെയ്ത് പോവാൻ ഈ പ്യുവർലി ഹോമോജീനിയസ് ടൈപ്പ് എർത്ത് ഡാമിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീപ്പ് ചെയ്ത് പോവുക. വാട്ടർ സീപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഡൗൺ സ്ട്രീമിലേക്കായിരിക്കും ഈ സീപ്പിങ് പോകുന്നത്. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫെയിലിയറിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം പൈപ്പിംഗ് എന്ന് പറയുന്ന ഡിഫക്റ്റ് ഫോം ചെയ്യുക. കാര്യം ഇതിലേക്കൂടെ സീപ്പ് ചെയ്ത് പോകുമ്പോൾ ഇതിലേക്കൂടെ ഒരു കുഴൽ പോലെ പൈപ്പ് പോലെ ഫോം ചെയ്ത് വരും. സോ അത് ഒരു ഡിഫക്റ്റ് ആണ്. നമുക്കതുകൊണ്ട് പ്യുവർലി ഹോമോജീനിയസിനകത്ത് ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ശരിക്കും ഇതിന്റെ ടോപ്പ് ഫ്ലോ സീപ്പേജ് ലൈൻ, ദാറ്റ് ഈസ് ടോപ്പ് ഫ്ലോ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ദ ഡാമിന്റെ ബോഡിക്ക് ഔട്ട്സൈഡ് ആയിരിക്കും, അതായത് ഡൗൺ സ്ട്രീം സൈഡിലേക്ക് വരും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദിസ് വൺ, ഇതെന്ന് പറയുമ്പോൾ ഹോമോജീനിയസ് തന്നെയാണ്, സിംഗിൾ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു ഡ്രെയിനേജ് ഫിൽറ്ററും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് സ്ലോപ്പ് പ്രൊട്ടക്ഷൻ ആണ്. ഇവിടുന്ന് സീപ്പിംഗ് വരുമ്പം സീപ്പേജ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദ ബോഡി ഓഫ് ദ ഡാമിൽ തന്നെ ആയിരിക്കും. സോ ഇവിടെ അത് ഫിൽറ്റർ ചെയ്തിട്ട് ഡ്രെയിനേജ് ഫിൽറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് രണ്ട് ടൈപ്പ്, ഹോമോജീനിയസ് വിത്തൗട്ട് ഡ്രെയിനേജ് സിസ്റ്റവും വിത്ത് ഡ്രെയിനേജ് സിസ്റ്റം. സിംഗിൾ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, ഹോമോജീനിയസ് ത്രൂ ഔട്ട്. സെക്കൻഡ് വൺ ഈസ് സോണ്ട് എംപാക്ട്മെന്റ് ടൈപ്പ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ. സോണ്ട് എംപാക്ട്മെന്റ് ടൈപ്പ്. ഓക്കെ, ഈ എർത്ത് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണ്ട് ബേസ്ഡിലാണ്, സിംഗിൾ മെറ്റീരിയൽ അല്ല. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. സെൻട്രൽ കോർ ഉണ്ട്. ദിസ് ഈസ് സെൻട്രൽ കോർ. ദിസ് ഈസ് അപ്സ്ട്രീം സൈഡ് ആൻഡ് ദിസ് ഈസ് ഡൗൺ സ്ട്രീം സൈഡ്. ഇവിടെ സെൻട്രൽ കോർ എന്ന് പറയുമ്പം അത് ഇംപേർവിയസ് കോർ ആണ്. സെൻട്രൽ കോർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ കോറിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പെർവിയസ് ആയിട്ടുള്ള ഒരു സോൺ ആണ്. ദാറ്റ് സോൺ ഈസ് കോൾഡ് ട്രാൻസിഷൻ സോൺ. ആൻഡ് ആ ട്രാൻസിഷൻ സോണിനെ കവർ ചെയ്തുകൊണ്ട് മച്ച് മോർ പെർവിയസ് ആയിട്ടുള്ള ഒരു ഔട്ടർ സോൺ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ഔട്ടർ സോൺ. ഓക്കെ, സെൻട്രൽ കോർ ഉണ്ട്, അത് ഇംപേർവിയസ് സോൺ ആണ്. അതിനെ കവർ ചെയ്തുകൊണ്ട് ട്രാൻസിഷൻ, അത് പെർവിയസ് കോർ ആണ്. അതിനെ കവർ ചെയ്തുകൊണ്ട് മച്ച് മോർ പെർവിയസ് ആയിട്ടുള്ള ഒരു കോർ ആയിരിക്കും ഔട്ടർ ഷെൽ എന്ന് പറഞ്ഞത്. ശരിക്കും ട്രാൻസിഷൻ ഫിൽട്ടർ ഇൻ ബിറ്റ്വീൻ ദ സെൻട്രൽ കോർ ആൻഡ് ഔട്ടർ ഷെല്ലായിരിക്കും. ഇവിടെ നമ്മൾ സൈഡ് സ്ലോപ്പ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സ്ലോപ്പ് പ്രൊട്ടക്ഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫൗണ്ടേഷൻ ഇംപേർവിയസ് ഫൗണ്ടേഷൻ ആണ്. കൂടാതെ ഇവിടെ ഹൊറിസോണ്ടൽ, ഇവിടുത്തെ വാട്ടർ സീപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഡ്രെയിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും സെൻട്രൽ കോറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ ട്രാൻസിഷൻ ഫിൽറ്ററാണ്. കാരണം പൈപ്പിംഗ് എഫക്റ്റിൽ നിന്ന് സെൻട്രൽ കോറിനെ പ്രൊട്ടക്ട് ചെയ്തേക്കും. സോ ഓവറോൾ ദ ലോഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പൈപ്പിങ്ങിന്റെ ഒരു എഫക്റ്റ് വരുന്നില്ല, അതായത് സീപ്പ് ചെയ്ത് അതിലേക്ക് പോകുന്നില്ല. സ്റ്റെബിലിറ്റി ഇതിന് മൊത്തത്തിൽ ഇത് പെർവിയസ്, ഇത് ട്രാൻസിഷൻ ലെയർ കൊടുക്കുന്നതുകൊണ്ട് സ്റ്റെബിലിറ്റി, ഓവറോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഇനി നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ശരിക്കും സെൻട്രൽ കോർ എന്ന് പറയുമ്പം ഇംപേർവിയസ് മെറ്റീരിയൽ ആണ്. കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലേ മിക്സ്ഡ് വിത്ത് ഫൈൻ സാൻഡ് അല്ലെങ്കിൽ ഫൈൻ ഗ്രാവൽ യൂസ് ചെയ്യാറുണ്ട്. ക്ലേ മിക്സ്ഡ് വിത്ത് ഫൈൻ സാൻഡ് അല്ലെ ഫൈൻ ഗ്രാവലാണ് നമ്മൾ സെൻട്രൽ കോറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അല്ലെ സിൽറ്റി ക്ലേ യൂസ് ചെയ്യും. ഇനി നമ്മൾ ഔട്ടർ ഷെല്ലിന്, പെർവിയസ് ആണ്, പെർവിയസിന് വേണ്ടി ദിസ് ഈസ് ഇംപെർവിയസ് ആൻഡ് ദിസ് ഈസ് പെർവിയസ്. ഓക്കെ, ഔട്ടർ ഷെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോഴ്സ് സാൻഡ് അല്ലെങ്കിൽ ഗ്രാവൽ. ഇതായിരിക്കും നമ്മൾ പെർവിയസ്, അതായത് ഔട്ടർ ഷെല്ലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഡയഫ്രം എംപാക്ട്മെന്റ് ടൈപ്പ്. തേർഡ് വൺ ഈസ് ഡയഫ്രം എംപാക്ട്മെന്റ് ടൈപ്പ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ. ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു ഇംപെർവിയസ്, ദിസ് ഈസ് ഇംപെർവിയസ്, ഒരു ഇംപെർവിയസ് കോറാണ് പ്രൊവൈഡ്, ഒരു തിൻ ഇംപെർവിയസ് കോറാണ്. ആ കോറിനെയാണ് നമ്മൾ കോൾഡ് ആസ് ഡയഫ്രം. ഓക്കെ, ഒരു തിൻ ഇംപെർവിയസ് കോറാണ് എൻ്റെ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. ഇതാണ് മാക്സിമം വാട്ടർ ലെവൽ. ദിസ് ഈസ് അപ്സ്ട്രീം സൈഡ് റിസർവോയർ. ഇവിടെ സൈഡ് സ്ലോപ്പ് പ്രൊട്ടക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡയഫ്രത്തിനെ, അതായത് തിൻ ഇംപെർവിയസ് കോറിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒന്നിൽ എർത്ത് അല്ലെങ്കിൽ
റോക്ക് ഫിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ റോക്ക് ഫിൽ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഈ ഡയഫ്രത്തിന് ചുറ്റും ഈ ഭാഗത്തായിട്ട് പെർവിയസ് ഫൗണ്ടേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ അടിയിൽ ഇവിടെ ഇംപെർവിയസ് ഫൗണ്ടേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഗ്രൗണ്ട് ലെവല്. ഓക്കെ, ശരിക്കും നമ്മൾ ഈ തിൻ ഇംപെർവിയസ് കോർ, ഇത് ഇംപെർവിയസ് കോർ ആണ്, ഇതിന് ചുറ്റും പെർവിയസ് ആണ്, എർത്ത് അല്ലെങ്കിൽ റോക്കിലായിരിക്കും. ഇവിടെ സൈഡ്സിലോ പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡ് ഉണ്ട്. ഇവിടെ പെർവിയസ് ഫ്ലോർ ആണ്, ആൻഡ് ദിസ് ഈസ് ഇംപെർവിയസ് ഫൗണ്ടേഷൻ. ദിസ് ഇസ് ഗ്രൗണ്ട് ലെവൽ, മാക്സിമം വാട്ടർ ലെവൽ. ഈ ഡയഫ്രം നമുക്ക് ഒന്നിൽ സെൻട്രലിൽ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ അപ്സ്ട്രീം സൈഡിന്റെ ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് നമ്മൾ സെൻട്രലിലാണ് തിൻ ഇംപെർവിയസ് കോർ ആയിട്ടുള്ള ഡയഫ്രം പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും ഡയഫ്രം നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ സോയിൽ തന്നെ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കോൺക്രീറ്റ്, സ്റ്റീല്, ടിമ്പർ, ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ യൂസ് ചെയ്യാറുണ്ട്. ശരിക്കും ഈ ഒരു ഡയഫ്രം സെൻട്രൽ ആക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം, ഇതൊരു വാട്ടർ ബാരിയേജ് ആണ്. അതായത് സീപ്പേജിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, അതായത് ഡാമിനകത്ത് വരുന്ന സീപ്പേജിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ഡയഫ്രത്തെ അതായത് ടോ ഏരിയയിലേക്ക് സീപ്പേജിങ് പ്രശ്നങ്ങളൊന്നും ഒരു കാരണവശാലും ഉണ്ടാവത്തില്ല. ഡയഫ്രം നമ്മൾ നല്ല ഹൈറ്റിൽ ഡയഫ്രം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സീപ്പേജിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. കൂടുതലായിട്ടും സെൻട്രൽ ആയിരിക്കണം ഡയഫ്രം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. Next is causes of failure of earth dam. Earth damന്റെ failure ആണ്. First one is hydraulic failure, second seepage failure, then structural failure. 3 ടൈപ്പ് failure ആണ് earth damന് ഉണ്ടാകുന്നത്. First one is hydraulic failure. ഹൈഡ്രോളിക് ഫെയിലർ ശരിക്കും ഒരു 40% ഓഫ് എർത്ത് ഡാം ഫെയിൽ ആവുന്നതും ഹൈഡ്രോളിക് ഫെയിലർ ആണ്. 40% എർത്ത് ഡാം ഫെയിൽ ആവുന്നത് ഹൈഡ്രോളിക് ഫെയിലർ മുഖേനയാണ്. ശരിക്കും ഹൈഡ്രോളിക് ഫെയിലറിൽ വരുന്നത് ഫസ്റ്റ് വൺ ഈസ് ബൈ ഓവർ ടോപ്പിംഗ്. ശരിക്കും ഓവർ ടോപ്പിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ഫ്ലഡ് ഈസ് അണ്ടർ എസ്റ്റിമേറ്റഡ് കേസ് വരിക. അതുപോലെ തന്നെ സ്പിൽവേ എന്ന് പറയുന്നത് ഇൻസഫിഷ്യൻറ്റ് കപ്പാസിറ്റി, സ്പിൽവേ ഈസ് ഓഫ് ഇൻസഫിഷ്യൻറ്റ് കപ്പാസിറ്റി. അതുപോലെ തന്നെ സ്പിൽവേയുടെ ഗേറ്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫോൾട്ടി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെയാണ് ഓവർ ടോപ്പിംഗ് കൂടുതലായിട്ട്, അതായത് വെള്ളം പൊന്തി വരുവാണ്, ഓവർ ടോപ്പിംഗ് കൂടുതലായിട്ട് വരുന്നത്. ഈ ഓവർ ടോപ്പിംഗ് ഉണ്ടായി ഇറ്റ് ലീഡ്സ് ടു ഫെയിലർ ആണ്. അതിനെ നമ്മൾ ഹൈഡ്രോളിക് ഫെയിലർ എന്നാണ് പറയുന്നത്. ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഡാം എർത്ത് ഡാം സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഈ ഒരു ഓവർ ടോപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ബോർഡ് പ്രൊവൈഡ് ചെയ്യാം. പ്രോപ്പറായിട്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫ്രീ ബോർഡ് പ്രൊവൈഡ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഓവർ ടോപ്പിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ഇറോഷൻ. ആക്ച്വലി വേവ് ഇറോഷൻ എന്ന് പറയുന്നത് വിൻഡ്, കാറ്റടിക്കുമ്പോൾ കാറ്റ് മുഖേനയാണ് നമുക്ക് വാട്ടറിൻ്റെ ടോപ്പ് സർഫസിൽ വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് വരയ്ക്കാം. Okay, this is maximum water level. ഇത് വാട്ടറാണ്. ഇത് അപ്സ്ട്രീം സൈഡ്, ദിസ് ഇസ് ഡൗൺ സ്ട്രീം സൈഡ്. ശരിക്കും കാറ്റിൻ്റെ ഏത് റിസർവോയ്സ് ആണ് മാക്സിമം വാട്ടർ ലെവൽ അപ്സ്ട്രീം സൈഡ്. കാറ്റ് അടിക്കുമ്പോൾ ശരിക്കും ഇവിടെ വേവ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ വേവ് ക്രിയേറ്റ് ചെയ്യുമ്പം ഇത് എർത്ത് ഡാമാണ്. അത് സോയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നതെങ്കിൽ ശരിക്കും മണ്ണ് ഇങ്ങനെ ഇച്ചിരി ഇങ്ങോട്ടേക്ക് മാറും. വേവ് മുഖേന നമുക്ക് മണ്ണ് നോച്ച് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോയിൽ നോച്ച് ഔട്ട് ചെയ്ത് മാറും. അത് മാറുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് വെള്ളം കയറുക, ഇത് ഇങ്ങോട്ടേക്ക് മണ്ണ് മാറും. ഓക്കെ, അത് നമ്മൾക്കൊരു ഫെയിലിയറിന് കാരണമാവും. ഇതിനെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലോപ്പ് പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ തന്നെ വേവ് പ്രൊവൈഡ് ചെയ്യുമ്പം പിന്നെ ഉണ്ടാവാമെന്ന് പറഞ്ഞാൽ സ്ലിപ്പാവും, അതായത് തെറ്റി അങ്ങ് മാറും. അതിൻ്റെ ഒരു ഫിഗർ, മണ്ണ് തെറ്റി അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അതായത് തന്നെ ഇങ്ങനെ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴും വാട്ടർ ഇവിടം വരെ കയറുക. ഓക്കെ, നമുക്ക് ഈ സ്ലിപ്പ് ഇങ്ങനെ മൊത്തത്തിൽ ഈ സ്ലിപ്പും വരുന്നത് അവോയ്ഡ് ചെയ്യാനും നമ്മൾ സ്റ്റോൺ പിച്ചിങ് അല്ലെങ്കിൽ റിപ്രാപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതേ നമുക്ക് പറ്റുള്ളൂ. ശരിക്കും സോയിൽ സ്കൂപ്പ് ഔട്ട് ചെയ്ത് മാറും. അതായത് ഒരു വെള്ളം അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ വേവ് മുഖേന വാട്ടർ അങ്ങോട്ടേക്ക് കയറുമ്പോൾ മണ്ണ് അങ്ങ് സ്ലിപ്പ് ചെയ്ത് തെന്നി മാറി അങ്ങ് പോകും. ശരിക്കും വേവ് ഇറോഷൻ വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്ലിപ്പും ഒന്ന് നോച്ച് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ടോ ഇറോഷൻ. ടോ ഇറോഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഇതാണ് ടോപ്പ് പോർഷൻ. ശരിക്കും നമ്മളിവിടെ റോക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഇംപെർവിയസ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാറുള്ളത്. ശരിക്കും ടോ ഇറോഷൻ എന്ന് പറയുമ്പോഴും അതൊരു ഫെയിലർ ആണ്. ശരിക്കും ടോ ഇറോഷൻസ് വരാനുള്ള മെയിൻ ഒരു കാരണം ടെയിൽ എൻഡിൽ വാട്ടർ ഉള്ളത്.
ടോ ഇറോഷന് കാരണമാവും. അതുപോലെ തന്നെ ക്രോസ് ഫ്ലോ വന്നാലും ഇങ്ങോട്ട് കട്ട് ചെയ്ത് വെള്ളം കയറിയാലും ഈ രണ്ട് കാരണത്താലാണ് നമുക്ക് ടോ ഇറോഷന് ഉണ്ടാവുന്നത്. ശരിക്കും ടോ ഇറോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയഫ്രത്തിന്റെ ഹൈറ്റ് കൂട്ടി കൊടുക്കാം. ഡയഫ്രം പ്രൊവൈഡ് ചെയ്യുന്ന എംബാക്ക്മെന്റ് ആണ് എങ്കിൽ, എത്തൻ ഡാം ആണ് എങ്കിൽ നമുക്ക് അതിന്റെ ഹൈറ്റ് കൂട്ടി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതായത് നല്ല ക്രോസ് ഫ്ലോയെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും ചെക്ക് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ റിപ്രാപ്പും നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് വൺ ഈസ് ഗില്ലിംഗ് ആണ്. ഗില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റെയിൻ വരും. ഹെവി റെയിൻ വരുമ്പം ഇവിടെ റിസർവോയർ സൈഡ് വാട്ടർ ഉണ്ട്. ദിസ് ഈസ് ക്രസ്റ്റ് ആൻഡ് ദിസ് ഈസ് ഡൗൺ സ്ട്രീം സ്ലോപ്പ്. ഇവിടേക്ക് വാട്ടർ ശക്തമായിട്ട് ഹെവി റെയിൻ വരുമ്പം നമ്മൾ തന്നെ അറിയാവുന്നതാണ്, മഴ പെയ്യുമ്പോൾ മണ്ണ് അങ്ങോട്ടേക്ക് മാറുന്നത്. അതായത് ഒരു ചെറിയൊരു ഇതുപോലെ ഒരു ഗില്ലീസ്, സ്മോൾ ഗില്ലീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫെയിലറിന് കാരണമാവുകയാണ്. അതായത് വാട്ടർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഒരു ചെറിയൊരു തോട് പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. പൈപ്പിംഗ് അവസ്ഥയിലേക്കല്ല, അതിൻ്റെ ഇപ്പുറമായിട്ട് വരും. സോ അത് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മുടെ അൾട്ടിമേറ്റ് ഫെയിലറിന് കാരണമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഗുഡ് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യാം. ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബേംസ് പ്രൊവൈഡ് ചെയ്യാം. അതായത് മണൽ ഭിത്തികൾ ഇവിടെ കൊടുക്കാമെങ്കിൽ വെള്ളം അങ്ങനെ മാറി ഗില്ലീസ് ഫോം ചെയ്യില്ല. ഓക്കെ, ഇതെത്രയുമാണ് നമ്മുടെ ഹൈഡ്രോളിക് ഫെയിലേഴ്സിന് കാരണമാകുന്ന ഓവർ ടോപ്പിംഗ്, വേവ് ഇറോഷൻ, ടോ ഇറോഷൻ ആൻഡ് ഗില്ലിംഗ്. ആൻഡ് നെക്സ്റ്റ് ഈസ് സീപ്പേജ് ഫെയിലർ. സീപ്പേജ് ഫെയിലർ കൂടുതലായിട്ട് 30% സീപ്പേജ് ഫെയിലർ ആണ് എർത്ത് ഡാമിൽ ഉണ്ടാവുന്നത്. സീപ്പേജ് ഫെയിലറിന് കാരണമാവുന്നത് ഒന്ന് പൈപ്പിംഗ് ആണ്, സെക്കൻഡ് ഈസ് സ്ലോയിങ് ആണ്. ഓക്കെ, പൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എർത്ത് ഡാം ഇതാണ്. രണ്ട് രീതിയിൽ പൈപ്പിംഗ് ഉണ്ടാവും. ഒന്ന് ശരിക്കും പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ സീപ്പേജ് ഓഫ് വാട്ടർ ആണ്. അത് ഒന്ന് ബോഡിയിലും ഡാം ബോഡിയിലും ഉണ്ടാകാം, ഒന്ന് ഫൗണ്ടേഷൻ ലെവലിലും ഉണ്ടാകാം. ഡാം ബോഡിയിൽ ഉണ്ടാവുന്ന പൈപ്പിംഗ്, അതായത് സീപ്പേജ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ഡാം. ഓക്കെ, ദിസ് ഇസ് വാട്ടർ ലെവൽ. ഒന്ന് ഫൗണ്ടേഷൻ ഡാം ബോഡിയിൽ ഉണ്ടാകുന്ന പറഞ്ഞാൽ വാട്ടർ സീപ്പേജിങ് ഇങ്ങനെയായിരിക്കും. എന്നിട്ട് ഓക്കെ, ഗ്രെയിൻസ്, അതായത് ഇവിടുന്നുള്ള സോയിൽ ഗ്രെയിൻസ് എല്ലാം ഇവിടുന്ന് മാറിപ്പോവുക, ഇതിലേക്കൂടെ ഒരു പൈപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തു. ഇത് ബോഡിയിൽ ഉണ്ടാവുന്ന പൈപ്പിംഗ് ആണ്. ഇനി ഫൗണ്ടേഷൻ ലെവലിൽ വരുമ്പം ശരിക്കും ഇംപെർവിയസ് ഫ്ലോർ ആണ്. ഫൗണ്ടേഷൻ ലെവലിൽ വരുമ്പം ഫൗണ്ടേഷൻ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. ഇതെന്ന് പറയുമ്പോൾ സോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് മൂവ് ചെയ്ത് പുറത്തേക്ക് പോയിട്ട് ഇവിടെ ഒരു പൈപ്പ് പോലെ ഫോം ചെയ്ത് സീപ്പേജിങ് ഇവിടെ ഉണ്ടാവും. സീപ്പേജ് ഓഫ് വാട്ടർ ഇവിടെ നിന്ന് പറയുമ്പം ഇതാണ് അപ്സ്ട്രീം സൈഡ്. ഇവിടുന്ന് വാട്ടർ സീപ്പ് ചെയ്ത് ഫൗണ്ടേഷൻ ലെവലിൽ കൂടെ ആണ് പോകുന്നത്. സോ ഫൗണ്ടേഷൻ മെറ്റീരിയലിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഡാമേജ് വന്ന് ഫുള്ളായിട്ട് ഡാമേജ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി സ്ലോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പാത്തി ഉണ്ടാവുക, അതായത് വെള്ളം ശക്തമായിട്ട് പെയ്യുമ്പോൾ ചെറിയൊരു പാത്തി, അതായത് സ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫെയിലർ ആണ് സ്ലോയിങ് എന്ന് പറഞ്ഞാൽ. ചെറിയ തോതിൽ പൈപ്പിംഗ് തന്നെയാണ് എങ്കിലും ചെറിയ സ്ലംസ് ആയിട്ടാണ്, അതായത് സോയിൽ സർഫസ് അൺസ്റ്റേബിൾ ആവും കംപ്ലീറ്റ് ആയിട്ട്. അങ്ങനെയുള്ള ഒരു ഫെയിലർ ആണ് നമ്മുടെ സ്ലോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ് ഈസ് സ്ട്രക്ചറൽ ഫെയിലർ. സ്ട്രക്ചറൽ ഫെയിലർ 25% എർത്ത് ഡാമിൽ സ്ട്രക്ചറൽ ഫെയിലർ ആണ് ഉണ്ടാവുന്നത്. സ്ട്രക്ചറൽ ഫെയിലർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ കൂടുതലായിട്ടും ഫൗണ്ടേഷൻ സ്ലൈഡിങ് ആണ്, ഫൗണ്ടേഷൻ സ്ലൈഡ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്ലൈഡ് ഇൻ എംപാക്ട്മെന്റ്. ഫൗണ്ടേഷൻ സ്ലൈഡും സ്ലൈഡ് ഇൻ എംപാക്ട്മെന്റ് ആണ്. ഫൗണ്ടേഷൻ സ്ലൈഡ് എന്ന് പറയുമ്പം ശരിക്കും ഫിഗർ വരയ്ക്കാം. നമ്മുടെ എർത്ത് ഡാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് സോഫ്റ്റ് സോയിൽ വെച്ചിട്ടാണ്. ഇതിന്റെ ഫൗണ്ടേഷനും ഓഫ് ദ എർത്ത് ഡാമും സോഫ്റ്റ് സോയിൽ, അതായത് ഫൈൻ സിൽട്ട് അല്ലെ സോഫ്റ്റ് ക്ലേ വെച്ചിട്ടാണ്. ശരിക്കും ഇത് സ്ലൈഡ് ഓവർ ഫൗണ്ടേഷൻ ഇതാണ്. ഫൗണ്ടേഷനിൽ കൂടെ എൻ്റയർ ഡാം സ്ലൈഡ് ചെയ്തങ്ങ് പോവും.
ഓക്കെ, ദാറ്റ് ഫെയിലർ ഈസ് കോൾഡ് ഫൗണ്ടേഷൻ സ്ലൈഡ് എന്ന് പറയുന്നത് അതാണ്. ശരിക്കും അന്നേരം എന്താ ചെയ്യുന്നത്, ഈ കംപ്ലീറ്റ് ആയിട്ടും ഇതിന്റെ എംപാക്ട്മെന്റ്, അതായത് ഇതിന് ക്രാക്ക് വീണിട്ട് ഇതൊന്ന് ഇരുത്തും, സബ്സൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇത് ഫൗണ്ടേഷന്റെ മുകളിൽ എൻറ്റയർ ഡാം സ്ലൈഡ് ചെയ്തു പോകും. അതായത് ഇതാണ് ഹീൽ ഇതാണ്, ദിസ് ഇസ് ടോ. ശരിക്കും ഇവിടെ മണ്ണ് മൊത്തത്തിൽ ഇങ്ങനെ ഇരുത്തി, മണ്ണ് മൊത്തത്തിൽ ഇവിടെ നിന്ന് അങ്ങ് മാറും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്ലൈഡ് ഇൻ എംപാക്ട്മെന്റ്. സ്ലൈഡ് ഇൻ എംപാക്ട്മെന്റ് എന്ന് പറയുമ്പം ശരിക്കും നമ്മുടെ ഡാം, എർത്ത് ഡാം, സ്ലോപ്സ്, അതായത് ഇതിന്റെ എംപാക്ട്മെന്റിന്റെ സ്ലോപ്പ് ടു സ്റ്റീപ്പായിട്ട് കൊടുക്കുമ്പം, അതായത് നമ്മൾ സ്ട്രെങ്ത് കൂടാൻ വേണ്ടി ഇത് സ്റ്റീപ്പായിട്ട് കൊടുക്കും. സോ ഒരു ക്രിട്ടിക്കൽ പോർഷൻ എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീംസ്, ദിസ് ഇസ് അപ്സ്ട്രീം സൈഡ് ആൻഡ് ദിസ് ഇസ് ഡൗൺ സ്ട്രീം സൈഡ്. അപ്സ്ട്രീം സൈഡിൽ സഡൻ ആയിട്ട് ഡ്രോ ഡൗൺ വരുമ്പം സ്ലൈഡ് ചെയ്ത് മാറും, അതായത് മണ്ണ് മൊത്തത്തിൽ ഇടിയും. ഓക്കെ, ഇതായിരിക്കും ഫെയിലിയർ സർഫസ് എന്ന് പറയുന്നത്. സഡൻ ഡ്രോ ഡൗൺ വരുമ്പോഴാണ് നമ്മുടെ അപ്സ്ട്രീം സൈഡ് സ്ലൈഡ് ആവുന്നത്. ഇനി ഡൗൺ സ്ട്രീം സൈഡ് സ്ലൈഡ് ആവുന്നത് മാക്സിമം വാട്ടർ ലെവൽ. ശരിക്കും റിസർവോയർ ഫുൾ ആവുമ്പം ഇത് ഡ്രോ ഡൗൺ, അതായത് മാക്സിമം വാട്ടർ ലെവൽ ഇവിടെ ആയിരുന്നു, ഇവിടുന്ന് വാട്ടർ ലെവൽ താഴേക്ക് ആവുക, ലോവർ വാട്ടർ ലെവൽ ആവുമ്പോഴാണ് ഫെയിലിയർ ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്സ്ട്രീം സൈഡിൽ. ഇനി വാട്ടർ ലെവൽ ഹൈക്ക് ആവുക, മാക്സിമം വാട്ടർ ലെവലിലേക്ക് അങ്ങ് റിസർവോയർ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ആവുമ്പം ശരിക്കും നമ്മുടെ ഇവിടുന്ന് സോയില് ഇങ്ങനെ അങ്ങ് മാറും. ഡൗൺ സ്ട്രീം സൈഡിൽ സ്ലൈഡിങ് ആണ് ഉണ്ടാകുന്നത്. ദിസ് ഈസ് ഫെയിലിയർ സർഫസ്. മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് ഇടിഞ്ഞിട്ട് ഇവിടേക്ക് അങ്ങ് മാറും. ദിസ് ഈസ് ഡൗൺ സ്ട്രീം സൈഡ്, സ്ലോപ്പ് സൈഡ്. ഡൗൺസ്ട്രീം സ്ലോപ്പ് സ്ലൈഡ് ഇതാണ്. ദിസ് ഈസ് അപ്സ്ട്രീം സ്ലോപ്പ് സ്ലൈഡ്. ഇത് സഡൻ ഡ്രോ ഡൗൺ ആണ്. ദിസ് ഈസ് റിസർവോയർ ഫുൾ ആവുമ്പോൾ. ഓക്കെ, ആൻഡ് ദീസ് ആർ ദ ഫെയിലിയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിസൈൻ ക്രൈറ്റീരിയ ഫോർ എർത്ത് ഡാം. ആണ്. ഫസ്റ്റ് വൺ ഈസ് ഡാം മസ്റ്റ് ബി സേഫ് അഗൻസ്റ്റ് ഓവർടോപ്പിംഗ് ആൻഡ് ഓൾസോ ബൈ വേവ് ആക്ഷൻ. ശരിക്കും ഡാം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഓവർടോപ്പിങ്ങിലും വേവ് ആക്ഷനിൽ നിന്നും സേഫ് ആയിരിക്കണം. കാരണം അതൊരു ഹൈഡ്രോളിക് ഫെയിലർ ആണ് ഓവർടോപ്പിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ സീപ്പേജ് ലൈൻ ഷുഡ് ബി വെൽ വിത്തിൻ ദ ഡൗൺ സ്ട്രീം ഫേസ്. ശരിക്കും സീപ്പേജ് ലൈൻ എന്ന് പറയുന്നത് ഫിഗർ വരച്ചിരുന്നു. ഓക്കെ, സീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ വിത്തിൻ ദ ബോഡി ഓഫ് ദ ഡാമിൽ തന്നെ ആയിരിക്കണം. ഡ്രെയിനേജ് ഫിൽറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. സോ സീപ്പേജ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് ബി വെൽ വിത്തിൻ ദ ഡൗൺ സ്ട്രീം ഫേസ് ആയിരിക്കണം. ഡൗൺ സ്ട്രീം ഫേസിന് പുറത്തേക്ക് പോകരുത്, അൾട്ടിമേറ്റ് ഫെയിലർ ആയിരിക്കും പോകുന്നത്. സോ ഇൻസൈഡ് ദ ഡാമിൽ തന്നെ, അതായത് ഡാമിന്റെ ബോഡിയിൽ തന്നെ വേണം ഡ്രെയിനേജ് ഫിൽറ്ററും പ്രൊവൈഡ് ചെയ്യണം. Then third one is upstream and downstream slopes should be stable. ഏത് ക്രിട്ടിക്കൽ കണ്ടീഷനിലാണെങ്കിലും അപ്സ്ട്രീമിലും ഡൗൺസ്ട്രീം സ്ലോപ്പിലും നമ്മൾ സ്ലോപ്പ് പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡ് ചെയ്ത് സ്റ്റേബിൾ ആക്കിയിരിക്കണം. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഫൗണ്ടേഷൻ ഷിയർ സ്ട്രെസ് ഷുഡ് ബി വിത്തിൻ ദ സേഫ് ലിമിറ്റ്. ഫൗണ്ടേഷൻ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആയിരിക്കണം, വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ് ആയിരിക്കണം. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് നോ ഓപ്പർച്യൂണിറ്റി ഫോർ ഫ്രീ പാസേജ് ഓഫ് വാട്ടർ. അതായത് വാട്ടറിനെ ഡാമിന്റെ ബോഡിയിൽ കൂടെ സീപ്പേജ് ഓഫ് വാട്ടർ അലോ ചെയ്യരുത്. പൈപ്പിംഗ് എന്ന് പറയുന്ന ഫെയിലർ ആണ് നമുക്ക് ഉണ്ടാകുന്നത്. സോ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് ഫ്രീ പാസേജ് ഓഫ് വാട്ടർ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. പൈപ്പിംഗ് ആണ് അത്. ത്രൂ ദ ബോഡി ആവാം, ത്രൂ ദ ഫൗണ്ടേഷനും ആവാം പൈപ്പിംഗ്. സോ നോ ഓപ്പർച്യൂണിറ്റി ഫോർ ഫ്രീ പാസേജ് ഓഫ് വാട്ടർ. നെക്സ്റ്റ് ഈസ് സേഫ് അഗൻസ്റ്റ് പൈപ്പിംഗിൽ നിന്ന് സേഫ് അഗൻസ്റ്റ് ആയിരിക്കണം. ദെൻ ഡാം ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് അഗൻസ്റ്റ് ഇറോഷൻ. അതായത് ഡാമിനെ നമ്മൾ അപ്സ്ട്രീം സൈഡ് ആണെങ്കിലും അപ്സ്ട്രീം സ്ലോപ്പ് വേവ് ഇറോഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം. ഡൗൺ സ്ട്രീം സൈഡ് എന്ന് പറയുമ്പം റെയിനിൽ നിന്നും വിൻഡിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, ഡാം ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് അഗൻസ്റ്റ് ഇറോഷൻ. അപ്സ്ട്രീം സൈഡിനെ നമ്മൾ വേവ് ഇറോഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം. ഡൗൺ സ്ട്രീം സൈഡിനെ നമ്മൾ വിൻഡിൽ നിന്നും അതുപോലെ തന്നെ ഹെവി റെയിനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണം. Then last one is dam as a whole should be earthquake resistant. Earthquake resistant ആയിരിക്കണം ഡാം. ഓക്കെ,
These are the design criteria for earth dams. 8 points ഉണ്ട് ബൈ ഹാർട്ട് ചെയ്യുക. ദെൻ നമ്മൾ ഈ ഒരു സെക്ഷനിൽ എന്താണ് എർത്ത് ഡാം, ടൈപ്സ് ഓഫ് എർത്ത് ഡാം, 3 ടൈപ്സ് ഓഫ് എർത്ത് ഡാം ഉണ്ടായിരുന്നു. ഹോമോജീനിയസ്, സോണ്ട്, അതുപോലൊക്കെ തന്നെ ഡയഫ്രം ടൈപ്പ്. ദെൻ കോസസ് ഓഫ് ഫെയിലുവർ ആണ് തേർഡായിട്ട് നമ്മൾ പഠിച്ചത്. നമുക്ക് ഹൈഡ്രോളിക് ഫെയിലുവർ ഉണ്ട്, സീപ്പേജ് ഫെയിലുവർ ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഫെയിലുവർ ഉണ്ട്. 3 ടൈപ്പ് നമ്മൾ കണ്ടിരുന്നു. ആൻഡ് ലാസ്റ്റ് ഈസ് ഡിസൈൻ ക്രൈറ്റീരിയ ഫോർ എർത്ത് ഡാംസ്. ഓക്കെ. For more references, refer these textbooks of hydraulic structures. Thank you.